അധീശക്തി ചിന്തകളും അപനിർമ്മിതികളും അരങ്ങുവാഴുന്ന ഇന്ത്യൻ സിനിമയിൽ അംബേദ്കറൈറ്റ് ആശയധാര അടയാളപ്പെടുത്തി പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് സുധീരം പ്രഖ്യാപിക്കാൻ നമുക്കൊരു പോരാളി ഉണ്ടായിരിക്കുന്നു. പ. രഞ്ജിത്ത്. ஏன்னா இந்த படம் ஏன் எடுத்தேன்னு எனக்கு தெரியும், அதுக்கான நோக்கம் என்னன்னு தெரியும், அது கரெக்டாக போய் சேர்ந்துச்சு நான் நினைக்கிறேன். നാളെ ഇന്ത്യൻ സിനിമയെ നയിക്കുന്നതാരാണ് എന്ന ചോദ്യത്തിനും ഇതാ ഉത്തരമായിരിക്കുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന ചൊല്ല് പ. രഞ്ജിത്ത് എന്ന അംബേദ്കറൈറ്റിലൂടെ അന്വർത്ഥമായി. கலையே அரசியல் தான். மாவோ தான் தெளிவாக சொல்கிறார். கலை மக்களுக்கானதுன்னா மக்களுக்கானது மக்களுடைய பிரச்சனை என்ன அப்படின்னு நான் கேட்குறாரு. அவர் கலையை அரசியலாக்குன்னு சொல்கிறார். நான் கலையை அரசியலாக்கணும்னு நான் நினைக்கிறேன். அவ்வளோதான். கலை என்பது அரசியல் தான். ஆர்ட் அண்ட் லிட்ரேச்சர் மட்டுமே தான் இந்த சமூகத்தை நல்வழிப்படுத்தும். പരിധികളില്ലാത്ത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഇടപെടലിന്റെ നീലാകാശത്തിലേക്കാണ് സിനിമ മിഴി തുറക്കുന്നത്. പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റുയർത്താൻ സിനിമയോളം പോന്ന മാധ്യമം മറ്റൊന്നില്ല തന്നെ. നിർഭാഗ്യവശാൽ സാമൂഹിക മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന പ്രതിലോഭ കാഴ്ചപ്പാടിന്റെ ചരിത്രമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് പറയാനുള്ളത്. സവർണ സമ്പന്ന പൊതുബോധം നിർമ്മിച്ചും പാർശ്വവൽകൃത പ്രതിനിധാനങ്ങളെ നിഷേധിക്കുന്ന മൂല്യമണ്ഡലങ്ങൾ സൃഷ്ടിച്ചും വരേണ്യ സംസ്കൃതിയുടെ ജാതി ബ്രാഹ്മണ സംസ്കാരത്തിന്റെ അപ്രമാദിത്വം ഊട്ടിയുറപ്പിക്കുന്ന പ്രതിവിപ്ലവത്തിനാണ് ഇന്ത്യൻ സിനിമ ഇക്കാലമത്രയും വെള്ളിത്തിര തുറന്നുവെച്ചത്. അതീശക്തോ ചിന്തകളോട് കലഹിച്ചും അപനിർമ്മിതികളെ അതിജീവിച്ചും സവർണ മൂല്യസങ്കല്പങ്ങളെ വെല്ലുവിളിച്ചും മുന്നേറാനുള്ള നാവും നട്ടല്ലുമുള്ളവരെ സൃഷ്ടിക്കുന്നതിൽ അംബേദ്കറൈറ്റ് ആശയധാരയും പരാജയപ്പെടുന്നതാണ് നാം ഇക്കാലം അത്രയും കണ്ടത്. എന്നാൽ എല്ലാ വെളിച്ചവും കെട്ടുപോയിട്ടില്ല എന്ന് അരങ്ങ് ജീവിതങ്ങളെ ഓർമ്മപ്പെടുത്തി അംബേദ്കറൈറ്റ് ആശയധാരയുടെ ഉലയിൽ ഊതി കാച്ചിയെടുത്ത അമൂല്യരത്നം പ. രഞ്ജിത്ത് കടന്നുവന്നു. വിമോചനത്തിന്റെ വിത്തുകൾ എങ്ങും മുഴങ്ങുന്ന ശുഭകാലത്തിൽ പോരാട്ടങ്ങൾ കനക്കുന്ന കനൽ വീഥിയിൽ ആ ചരിത്ര ദൗത്യം പ. രഞ്ജിത്ത് എന്ന മഹാപ്രതിഭ സ്വയം ചുമലേറ്റി. അരിക് ജീവിതങ്ങളോട് ആഴത്തിൽ സംവദിക്കാൻ സിനിമയോളം മികച്ച മാധ്യമം മറ്റൊന്നില്ല എന്ന് തിരിച്ചറിയപ്പെട്ടു. സ്വന്തം ആശയപരിസരവും പ്രത്യയശാസ്ത്രവും സൃഷ്ടിച്ചെടുക്കാനും വിമോചനത്തിന്റെ വേറിട്ട രാഷ്ട്രീയത്തിന്റെ പതാകവാഹകനാകാനും പ. രഞ്ജിത്ത് ജയ് ഭീം ചൊല്ലി പ്രതിജ്ഞ ചെയ്തു. ஏன்னா இந்த இந்திய சமூகத்தில் ஒரே ஒரு குரல், அது என்னன்னா இந்திய சுதந்திர போராட்டம் இந்த ஆகஸ்ட் 15னா இந்த ஒரே ஒரு குரல் கடைசி வரைக்கும் ஒழிச்சிட்டே இருந்தது. அந்த குரல் நைட்டு தூங்க கூட இல்லை. என்னுடைய மக்கள் சுதந்திர இந்தியாவில் இன்னும் விடுதலை பெறாமல் இருக்கிறாங்கன்னு சொல்லிட்டு அந்த ஒரு குரல் இருக்கிற அந்த பவர், அந்த பவரில் ஒரு சின்ன ஒரு விஷயமாவது எனக்கு இருக்கணும்னு நான் நினச்சேன். அப்படிதான் என்னோட குரல் கடைசி வரைக்கும் இதை பற்றி பேசுவோம் அப்படின்னு நான் நினைக்கிறேன். என்னுடைய எல்லா படைப்புகளும் பேசும்னு நினைக்கிறேன். அந்த நம்பிக்கை இந்த வெற்றி எனக்கு கொடுத்துருக்கு. വെളുത്തിനോടൊട്ടി നിൽക്കുന്ന വെള്ളിത്തിരയ്ക്ക് തീ കൊളുത്തണം. തമസ്കരിക്കപ്പെട്ട പോരാട്ട ചരിത്രം വീണ്ടെടുക്കണം. നവോത്ഥാന പോരാളികൾ വെള്ളിത്തിരയിൽ പുനർജനിക്കണം. അടിച്ചമർത്തപ്പെടുന്ന അരിക് ജീവിതങ്ങൾക്ക് ആവിഷ്കാരമുണ്ടാകണം. അധമവൽക്കരണത്തിൽ പ്രതിഷേധിക്കണം. അടിമവൽക്കരണത്തെ പ്രതിരോധിക്കണം. വരേണ്യ സംസ്കൃതിയുടെ സംസ്കാരത്തിന്റെ അവസാന ചങ്ങലയും പൊട്ടിച്ചെറിയണം. തിരിച്ചറിവിന്റെ വലിയ പാഠങ്ങൾ ജനതയ്ക്ക് പകർന്നു നൽകണം. നിഷ്ക്രിയത്വവും നിസ്സംഗതയും വിട്ടുണർന്ന് തന്റെ ജനത പോരാട്ടഭൂവിൽ പൊരുതി നിൽക്കണം. സാർത്ഥക ഇടപെടലിന്റെ ഉജ്ജ്വല മുന്നേറ്റം കുറിച്ച് 2012 അട്ടക്കത്തി എന്ന റൊമാന്റിക് കോമഡിയിലൂടെ മുഖ്യധാര സിനിമയുടെ മാസ്മരിക ലോകത്തിലേക്ക് പ. രഞ്ജിത്ത് എന്ന മഹാപ്രതിഭ ചുവടുവെച്ചു. ചെന്നൈ നഗരത്തിന് വടക്ക് പടിഞ്ഞാറ് ആവടിക്കടുത്ത് കീഴ്ക്കൊണ്ടയാർ കർളപ്പക്കം ഗ്രാമത്തിൽ എം. പാണ്ഡുരംഗൻ ഗുണവതി ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനായി 1982 ഡിസംബർ 8 ജനനം. പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ബാല്യ കൗമാരങ്ങളിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിലും താങ്ങും തണലുമായി അമ്മാവന്മാരായ ബി. ഗൗതമൻ, ബി. ഭൂപതി പാണ്ഡ്യൻ എന്നിവരും ആ അത്ഭുത പ്രതിഭയ്ക്കൊപ്പം നിന്നു. ഉറവവറ്റാത്ത ഊർജമായി, പ്രചോദനത്തിന്റെ ഉറവിടമായി ജ്യേഷ്ഠ സഹോദരൻ പ്രഭുവിലൂടെ അംബേദ്കർ വായിക്കാനായത്
പാരഞ്ജിത്തിന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു. எல்லாருமே என்னன்னா இப்போ எங்கள் அண்ணன் தான் ஃபஸ்ட்டு எங்கள் ஊரில் கிராஜுவேட்டு. அதாவது முதல் தலைமுறையில் வந்து கல்லூரிக்கு போனால் முதல் ஆள் வந்து எங்கள் ஊரில் எங்கள் அண்ணன் தான். ஏன்னா வந்து அவர் போயிட்டு எங்கள் அண்ணன் தான் போயிட்டு இந்த காலேஜ் லைஃப் இது பற்றிலாம் பேசுகிறப்ப தான் எங்களுக்கெல்லாம் காலேஜ் போகணுன்னு வந்து நீங்கள் நியூ காலேஜ் அது வந்து எங்களுக்கு கொஞ்சம் இன்ட்ரெஸ்ட் ஆச்சு. அதுக்கப்புறம் எங்கள் அண்ணன் மூலமாக தான் எனக்கு சில பாலிடிக்ஸ் பற்றி வந்து தெரிஞ்சுக்க ஆரம்பிச்சேன். அது அம்பேத்கரை பற்றி இவர் வச்சு இந்த புக்கு வச்சு தான் நான் படித்து வந்து அது ஃபுல்லாக தெரிஞ்சுக்கிட்டேன். அதுக்கப்புறம் தான் வந்து நம்ம சில விஷயங்கள் சீரியஸாக வந்து ஒர்க் பண்ணணும்னு சொல்லிட்டு அந்தளவு ചെന്നൈ ഫൈനാൻസ് കോളേജ് പഠനവും ഫിലിം ചേംബർ അംഗത്വവും ഫിലിം ഫെസ്റ്റിവലുകളും ലോക സിനിമയുടെ വിസ്മയ ലോകത്തേക്ക് പാരഞ്ജിത്തിനെ നയിച്ചു. 1966 ബാറ്റിൽ ഓഫ് അൾജീഴ്സും 2002 സിറ്റി ഓഫ് ഗോഡും തന്നിൽ അത്യാഘാത സ്വാധീനം ചെലുത്തിയതായി പാരഞ്ജിത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രാഹ്മണിസ്റ്റ് ആശയധാരകൾ അരങ്ങുവാഴുന്ന തമിഴ് സിനിമാ ലോകത്ത് ഒരു അംബേദ്കറൈറ്റ് എന്ന നിലയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയിടത്താണ് പാരഞ്ജിത്ത് വ്യത്യസ്തനാകുന്നത്. 2014 രണ്ടാം സിനിമയായ മദ്രാസ് എന്ന പൊളിറ്റിക്കൽ ഡ്രാമയിലൂടെ സിനിമാ ലോകത്തിലേക്കുള്ള തന്റെ ആഗമനോദ്ദേശം അദ്ദേഹം വെളിവാക്കി. വ്യക്തമായ അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തിന്റെ വരവറിയിച്ച മദ്രാസിലൂടെ അഭ്രപാളിയിൽ അന്യമാകുന്ന അരിക് ജീവിതങ്ങളുടെ ആത്മനൊമ്പരങ്ങൾക്ക് ആവിഷ്കാരം നൽകി തനിക്ക് ചിലത് പറയാനുണ്ടെന്ന് സുധീരൻ പ്രഖ്യാപിച്ചു. 2016 ജൂലൈ 22 ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ടു. ലോക സിനിമയെ പിടിച്ചുകുലുക്കി കബാലി എന്ന ബ്ലോക്ക് ബസ്റ്ററിലൂടെ ലോക സിനിമയിലെ സർവ്വ റെക്കോർഡുകളും സ്വന്തം പേരിൽ പതിച്ചെടുത്തു. കബാലി തികച്ചും അംബേദ്കറൈറ്റുകളുടെ വിജയമെന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ അതിശയോക്തിയില്ല. ക്യാമറാമാൻ ജി മുരളി, ഗാനരചയിതാവ് ഉമാദേവി, ഗായകരായ ഗാനാബാല, അരുൺ രാജ് കാമരാജ്, ആർട്ട് ഡയറക്ടർ എം ബാലമുരുകൻ എന്നിങ്ങനെ ദലിത് പ്രതിഭകൾ സംഗമിക്കുന്ന ഒരു പെർഫെക്റ്റ് ക്രൂവായിരുന്നു കബാലിയെ ലോക സിനിമയുടെ നെറുകയിലെത്തിച്ചു എന്നത് അഭിമാനകരമാണ്. നീതിക്കായുള്ള നിലവിളികൾ നിശബ്ദമാക്കപ്പെടുമ്പോൾ, പാർശ്വവൽകൃത ജീവിതങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, ആ കണ്ണുകളിലെ തീ കണ്ടു പകർത്താൻ നമുക്കിനി പാരഞ്ജിത്തുണ്ട്. ഇന്ത്യൻ തിരശീലയ്ക്ക് തീ പിടിപ്പിച്ച കബാലി പോലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വമ്പൻ ചലച്ചിത്ര ഇടപെടലുകൾക്ക് ലോകം കാത്തിരിക്കുന്നു. ജനിച്ച ജാതി തന്നെ ജീവനെടുത്ത രോഹിത് വെമുല ചക്രവർത്തിയെപ്പോലെ വെട്ടിനുറുക്കപ്പെട്ട എത്രയോ വീരഗർജനങ്ങൾ കീഴ്വെൺമണിയിൽ, ബദാനിട്ടോളയിൽ, വില്ലുപുരത്ത്, പരമക്കുടിയിൽ, സുണ്ടൂരിൽ, ഖൈർലാൻജിയിൽ എരിഞ്ഞടങ്ങിയ ദലിത് ഗ്രാമങ്ങളിലേക്ക് ക്യാമറ തിരിച്ചുവെക്കാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു പോരാളി ഉണ്ടായിരിക്കുന്നു. ഞാനൊരിസത്തിന്റെയും അടിമയല്ലെന്ന് പറയുന്ന പതിവ് രീതി വിട്ട് താൻ അംബേദ്കറിസത്തിന്റെ ഉടമയാണെന്ന് സ്വയം പറയുവാനുള്ള ആർജവം കാട്ടിയിടത്താണ് പാരഞ്ജിത്തിലെ പോരാളി ജ്വലിച്ചു നിൽക്കുന്നത്. വിമോചന പോരാളികളുടെ സിരകൾക്ക് തീ പിടിപ്പിക്കുന്ന സിംഹഗർജനങ്ങൾക്കൊപ്പം പാരഞ്ജിത്ത് എന്ന നിശബ്ദ പോരാളിയും ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. പാരഞ്ജിത്ത് ഇന്നൊരു പ്രതീകമാണ്. ഈ നാടിന്റെ നേരവകാശികൾക്ക് നിഷേധിക്കപ്പെട്ട കർമ്മപന്ഥാവിലൂടെയാണ് പാരഞ്ജിത്ത് എന്ന പോരാളി നിർഭയം തന്റെ കാരവൻ തെളിച്ച് മുന്നേറുന്നത്. പോരാട്ടം കനക്കുമ്പോൾ മാറി നിൽക്കുന്നില്ല, തുറന്നിടപെടുകയാണ്. ஆமாம்மா, இன்னைக்கு வரைக்கும் வந்து ரோஹித் வெமுலாக்கள் தற்கொலை செய்கிற வரைக்கும் வந்து அது தொடர்ந்துனே தான் இருக்கும். பிஹெச்டி ஸ்காலரு அவன் செத்துட்டான்ல, தற்கொலை பண்ணிங்க ஏன் பண்ணணும்? அவ்வளோ பெரிய வலியான ஒரு நேற்று ஒரு வாரத்துக்கு முன்னாடி கூட குஜராத்தில் வந்து மாட்டுத்தோலை எடுத்துகிட்டு போனதுக்காக வந்து 5 தலித்துகளை வந்து அடிச்சிருக்காங்க. மிகப்பெரிய எழுச்சி அங்கே உண்டாயிருக்கு. இது வந்து நிற்கிறதே கிடையாது. இது நிற்கிற வரைக்கும் நம்ம வந்து இதை பற்றி பேசிட்டு தான் இருக்கணும். அதுக்கப்புறம் ஒன்றே ஒன்று, நான் எதையும் கையில் கொண்டு வரவே இல்லை. எனக்கு வந்து மிகப்பெரிய பாரம்பரியமோ கலாச்சாரமோ நான் வந்து ஆண்ட பரம்பரையோ அதெல்லாம் எனக்கு ஒன்றுமே இல்லை. அதெல்லாம் இழந்தால் தான் நான் வந்து ஐயோ நான் இதெல்லாம் இழந்துட்டேன்னு நான் வழியோட, எனக்கு ஒன்றுமே கிடையாது. என்னுடைய ஒரே டூல் நான் மட்டும்தான். என்னுடைய உடம்பு தான் என்னுடைய டூல். உங்களால் முடிஞ்சால் உடம்பு அதுதான், அதை மீறி ஒன்றுமே கிடையாது. என் உடல்
ஒத்துழைக்கிற வரைக்கும் வந்து நான் வந்து இந்த சமூகத்துக்காக, இந்த சமூக மாற்றத்துக்காக என்னால் முடிஞ்சளவு நான் பேசுவேன் என்னுடைய படைப்புகளை. இதுதான் நான். ഇതൊരു ഉൾവിളിയല്ല, ചരിത്ര നിയോഗവും കാലത്തിന്റെ അനിവാര്യതയുമാണ്. ഇന്ത്യ ഉണരുകയാണ്. രാജ്യമെമ്പാടും ജയ് ഭീം മുഴങ്ങുന്ന പരിവർത്തന കാലം. ഡോക്ടർ BR അംബേദ്കർ ശക്തമായി തിരിച്ചു വരുന്നതിനൊപ്പം വിമോചനത്തിന്റെ രഥചക്രങ്ങൾ മെല്ലെ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. കനൽ വഴികൾ ചവിട്ടിക്കയറാൻ രണഭൂവിൽ പോരാളികളുണ്ടായിരിക്കുന്നു. സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണമെന്ന ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ ഉജ്ജ്വല ശബ്ദമാണ് പാരഞ്ജിത്ത് സിനിമകളിലൂടെ മുഴങ്ങുന്നത്. അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി പൊരുതുന്ന വേറിട്ട രാഷ്ട്രീയത്തിന്റെ ഉജ്ജ്വല കൊടുങ്കാറ്റ് ഇനി ഒരിക്കലും കെട്ടടങ്ങാതിരിക്കട്ടെ. ഇന്ത്യൻ സിനിമയുടെ കുലപതി പാരഞ്ജിത്തിന് കേരളത്തിന്റെ ആദരം, സാഭിമാനം അർപ്പിക്കുന്നു. നമുക്ക് വരവേൽക്കാം പാരഞ്ജിത്തിനെ ഇന്ത്യൻ സിനിമയുടെ രാജസിംഹാസനത്തിലേക്ക്. മകൾച്ചി. ജയ് ഭീം.